എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി, എന്തെങ്കിലും ആക്ഷൻ അവിടെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. ന്യൂ മൂൺ ദിവസമാണ്, അമാവാസി. അതുപോലെ സോളാർ എക്ലിപ്സ്, ഈ ഒരു വർഷത്തെ ആദ്യത്തെ സോളാർ എക്ലിപ്സ് നടക്കുന്ന ദിവസമാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എനർജി ഉള്ള ദിവസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനായിട്ട് യൂണിവേഴ്സായിട്ട് നമുക്ക് തരുന്ന ഒരു ബ്ലെസ്സിങ് പോലെ ഈ ഒരു ദിവസത്തെ കാണാവുന്നതാണ്. നിങ്ങളുടെ കാര്യം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുകയും യൂണിവേഴ്സിനോട് ചോദിക്കുകയും ചെയ്യാവുന്ന ഒരു ദിവസമാണ്. അപ്പം എല്ലാവർക്കും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റിയൂണിയനൊക്കെ എത്രയും വേഗം തന്നെ നടക്കട്ടെ. അപ്പം ഈ ഒരു റീഡിങ്ങിൽ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഇമോഷൻ എന്ന് നോക്കാം. ജഡ്ജ്മെന്റ്. റിയൂണിയൻ കാർഡ് തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിളായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരു സമയമാണ്. 6 ഓഫ് കപ്സ്. പാസ്റ്റിലേക്ക് നോക്കുന്നു. ക്വീൻ ഓഫ് വാൻഡ്സ്. ലവേഴ്സ്. പേജ് ഓഫ് പെന്റക്കിൾസ്. 5 of cups, strength, 8 of wands, 4 of cups. ഇവിടെ അവരുടെ ഒരു കറണ്ട് എനർജി നോക്കുമ്പോൾ അവർ ഈ ഒരു മൊമെൻറ്റിൽ ഒരു വളരെ മിസ്സിങ് ആയിട്ടുള്ള ഒരു എനർജിയിലൂടെ പോവുകയാണ്. അവർക്ക് എന്തൊക്കെ അവരുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളെ അവർ അത്രത്തോളം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവരെവിടെയായിരുന്നാലും, അത് ലോങ് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്, അതിനർത്ഥം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഓൺ ആൻഡ് ഓഫിൽ നോ കോണ്ടാക്റ്റിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അവരവിടെ ഇരുന്നിട്ട് ഇവിടെ 4 ഓഫ് കപ്സ് നോക്കിയാൽ അവരുടെ മുമ്പിൽ 3 കപ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ചിന്തകൾ അവരുടെ ഉള്ളിൽ ഒരു ഇമാജിനേഷനിൽ വരുന്നത് നിങ്ങളോടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ 5 ഓഫ് കപ്സിൻ്റെ എനർജിയും ഇങ്ങനെ തന്നെയാണ്. അവസരങ്ങൾ മുമ്പിലുണ്ടെങ്കിലും, എന്തൊക്കെ കാര്യങ്ങൾ മുമ്പിൽ ചെയ്യാനുണ്ടെങ്കിലും, റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും അവർക്ക് ഭയങ്കരമായൊരു മിസ്സിങ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ 6 ഓഫ് കപ്സ്. നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് ഒന്ന് വരണം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി. ഭയങ്കരമായൊരു നിഷ്കളങ്കതയോടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീണ്ടും ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. അവരവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ്. 8 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയിൽ നിന്ന് കാണാം നമുക്ക്. അവരവിടെ ഒരു ട്രാവൽ കാർഡാണ്. അപ്പം അവരവിടെ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആക്ഷൻ എടുത്തേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഡിവൈൻ അവരെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ്. ആൻഡ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡിൽ പറയുന്നതും അങ്ങനെയാണ്. അവർക്ക് ഉള്ളിലൊരു ബോധം വരുന്ന, അല്ലെങ്കിൽ ഉള്ളിലൊരു തിരിച്ചറിവ് വരുന്ന ഒരു സമയത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്. ഇതൊരു റിയൂണിയൻ്റെ കാർഡും കൂടെയാണ്. ലൈഫിലെ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ പാസ് ചെയ്ത് പോയപ്പോഴായിരിക്കാം അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ഈ ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഈ ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ ഉറച്ചതാണ്. ഒരു സോളിഡ് സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും ഉറച്ചു നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളോടുള്ള സ്നേഹമുള്ളത്. അതിനെ അവിടെ നിന്ന് മാറ്റിക്കളയാൻ അവർക്ക് കഴിയുകയില്ല എന്ന് അവർക്ക് ബോധ്യമാകുന്നത്. ഇവിടെ ഈ കിങ് ഓഫ് കപ്സ് നമുക്ക് കാണുന്നതും ആ ഒരു സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. എത്ര പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അദ്ദേഹം ഇരിക്കുന്ന ഈ ഒരു സിംഹാസനം എന്ന് പറയുന്നത് റോക്ക് കൊണ്ട് ബിൽഡ് ചെയ്തതാണ്. അത് അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു സ്ട്രോങ് ആയിട്ടിരുന്ന് തന്നെയാണ് ആ ഒരു ലവ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത്രയും ഉള്ളിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് തന്നെയാണ് ആൾക്കുള്ളത് എന്നുള്ളൊരു മെസ്സേജാണ്. ലവേഴ്സ് കാർഡ് നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. ഒരു വളരെയധികം ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, ഒരു സോൾ ടു സോൾ കണക്ഷനൊക്കെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
ഇതാണ് അവരുടെ ഒരു കറണ്ട് എനർജി എടുക്കുമ്പോൾ വരുന്നത്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും ഒരു ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്കുള്ള ഒരു യാത്രയൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് ഓൾസോ സ്ട്രെങ്ത് കാർഡുണ്ട്. അവർ കുറച്ച് കാര്യങ്ങളിൽ അവർക്ക് നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള ബ്ലോക്കുകൾ, അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയാം, എന്ത് തന്നെ ആയാലും അതിനെ മാനേജ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവരൊന്ന് കുറച്ചധികം നാളായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിരുന്നു. അത് ഇപ്പം മാറി അവർക്കൊരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയിലേക്ക് അവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡിൽ കാണാൻ പറ്റുക. അപ്പം എന്താണ് അവരുടെ അടുത്ത ആക്ഷൻ? ഈ ഒരു സ്പ്രെഡിൽ കണ്ടതുപോലെ തന്നെയാണോ അവർ ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, സെയിം ആണ്. ഒരു ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ എയ്റ്റ് ഓഫ് കപ്സ്, സോറി, 6 of wands, 7 of cups, the Fool, 9 of wands, 5 of pentacles, page of cups, 7 of swords, 2 of wands, 8 of pentacles, 2 of pentacles, Knight of pentacles, Ace of swords. Okay, the moon, ന്യൂ മൂൺ ഡേയിൽ മൂൺ എനർജിയും വന്നിരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് 10 of pentacles. അവരുടെ അടുത്ത് നിന്നുള്ളൊരു ആക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് സ്റ്റിൽ ദേ ആർ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള അവർക്ക് മുന്നിൽ ചാൻസുകളുണ്ട്. അതായത് ഇപ്പോഴും ഒരു ഡബിൾ മൈൻഡഡ് ആയിട്ട് ഇങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു എനർജിയാണ്. ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തീരുമാനിക്കുന്ന മൊമെൻറ്റിൽ തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ മുമ്പിൽ വന്ന് നിൽക്കും. അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴുള്ള കമ്മിറ്റ്മെൻറ്റുകൾ, നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അത് അവരുടെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുമ്പോൾ അവർ വീണ്ടും കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു എനർജിയാണ്. 2 of pentacles ആൻഡ് 2 of wands ഒക്കെ പറയുന്നത് അവരുടെ ഡ്യുവാലിറ്റി, അവരുടെ ചോയ്സുകൾ, അവർക്ക് മറ്റൊരു ചോയ്സും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതോസോ ഇവിടെ 7 of cups വന്നിട്ടുണ്ട്. അതിനർത്ഥവും ഇത് തന്നെയാണ്. അവർക്ക് നിങ്ങളോടൊപ്പം തന്നെ അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹത്തിനൊപ്പം തന്നെ അവർക്ക് മറ്റ് റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ് അത് വന്നിരിക്കുന്നത്. കാരണം ആ ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പം സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വന്നിരിക്കുന്നത്. 9 of wands ആണ്. അവരവിടെ അവരുടെ എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ 8 of pentacles എന്ന് പറയുമ്പോഴും അതാണ്. അവരിപ്പോൾ കൂടുതലായിട്ട് റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത് ആ ഒരു സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തുള്ള ഒരു ആക്ഷൻ, നിങ്ങളോടുള്ള ഒരു ബന്ധത്തിലൊരു ആക്ഷൻ എടുക്കാൻ അവർക്കൊരു ഡിലേ വരുന്നതും. അപ്പം മൂൺ കാർഡ് വന്നിരിക്കുന്നതും ഓൾസോ അങ്ങനെയാണ്. അതായത് അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം, നിങ്ങളെ ഒന്ന് അപ്രോച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു മൊമെൻ്റ് ആകുമ്പോഴേക്കും അവർക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അവർക്ക് അവരെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടീസ് തന്നെ കൂടുതലായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അവർ വീണ്ടും അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അവർക്ക് ഭയമാണ് അവിടെ നിന്ന് മുന്നോട്ടേക്ക് നടക്കാൻ. അല്ലെങ്കിൽ അവരുടെ ഈ കംഫർട്ട് സോണിനെ വിട്ടിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അവർ വിചാരിച്ചിരിക്കുന്ന അതാണ് ട്രൂത്ത് അല്ലെങ്കിൽ അതാണ് അവരുടെ റിയാലിറ്റി എന്ന് വിചാരിച്ച് ആ ഒരു മൂൺ എനർജിയിൽ കാണുന്ന അല്ലെങ്കിൽ മൂൺ ലൈറ്റിൽ കാണുന്ന കാഴ്ചകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അവിടെ നിൽക്കേണ്ടി വരുന്ന ഒരു എനർജി. അപ്പോൾ ഈ മൂൺ കാർഡ് പറയുമ്പം നമ്മൾ മൂണിൻ്റെ ലൈറ്റ് എത്ര ഫുൾ മൂൺ ഡേ ആണെങ്കിൽ പോലും മൂണിൻ്റെ ലൈറ്റ് വരുമ്പം എല്ലാം വിസിബിൾ ആവില്ല. ഒരു മങ്ങിയ കാഴ്ചയായിരിക്കും ഉണ്ടാവുക. പകൽ വെളിച്ചത്തിൽ കാണുന്ന അത്രയും ഒരു ക്ലാരിറ്റി ആ കാഴ്ചകൾക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ അവരുടെ സിറ്റുവേഷനും അങ്ങനെയാണ്. അവർ കാണുന്നതൊന്നും വളരെയധികം ക്ലാരിറ്റിയോടെ അല്ല. അവരുടെ തേർഡ് പാർട്ടി എന്നുള്ളത് അവരുടെ മുമ്പിൽ ഒരു മറയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ശരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ റിയാലിറ്റിയോ അവരുടെ ട്രൂത്തോ
അവർ കൂടുതൽ ആരെ സ്നേഹിക്കുന്നു എന്നുള്ളതൊന്നും അവർക്ക് വിസിബിൾ ആകാതെ നിൽക്കുന്ന ഒരു എനർജി എന്ന് നമുക്കതിനെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ 10 ഓഫ് പെൻഡക്കിൾസ് ആണ്. തേർഡ് പാർട്ടി എന്നുള്ളതൊരു ഫാമിലി എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഫാമിലി എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ആകാം. അതുപോലെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഒരു ജോലി, ഒരു കരിയർ, ഇതൊക്കെ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് മുന്നോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റ് അവർ പല സമയത്തും തീരുമാനിക്കും. ഒന്നും നോക്കണ്ട, രണ്ടും കൽപ്പിച്ചതിലേക്ക് വരാം, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം എന്ന് വിചാരിക്കും. ഒരു ഫുൾ എനർജിയിൽ പെട്ടെന്ന് ചാടി ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി ആയിരിക്കും. പക്ഷേ മുൻപോട്ടേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് കുറേ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ അവിടെ നിന്ന് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അവർ ആ എനർജീനെ വിഡ്രോ ചെയ്ത് തിരികെ അവരുടെ ആ ഒരു പ്ലേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നതും അങ്ങനെയാണ്. മുഴുവനായിട്ടും കാണാൻ നമുക്ക് അവർക്ക് ഒരു ബിട്രയൽ, അവരിപ്പം നിൽക്കുന്ന ഏത് സിറ്റുവേഷൻ ആയാലും അതിൽ നിന്ന് ഒരു ചതിവ്, ഒരു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അവർക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അവർ ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്തിരുന്ന കുറേ ആളുകൾ അവരുടെ ചുറ്റും കൂടി നിന്ന് അവർക്ക് ഒരു വേദന കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ ചതിക്കുന്ന ഒരു എനർജി. ഈ ഒരു 7 ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി എന്ന് പറയുന്നതാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന്, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ നിന്നൊക്കെ അവർക്കൊരു തിരിച്ചടി കിട്ടുന്ന ഒരു എനർജിയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ്. അപ്പം ഇവിടെ അവരൊരു ആക്ഷൻ എടുക്കുമോ എന്നുള്ളത് സ്റ്റിൽ ദേ ആർ കൺഫ്യൂസ്ഡ്. ഇവിടെ ഒരുപാട് മൂൺ കാർഡുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. 8 ഓഫ് കപ്സിൻ്റെ ഇതിലും വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് മുന്നോട്ടേക്ക് പോകണമെന്ന്, അല്ലെങ്കിൽ അവരിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറി അവർക്ക് കൂടുതലായിട്ട് സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കും. അവരതിൽ ആക്ഷൻ എടുക്കും. നിങ്ങളുടെ അടുത്ത് എത്താനാകുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോഴേക്കും അവർ കൺഫ്യൂസ്ഡ് ആകും. അവർക്ക് വീണ്ടും തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ അവരുടെ തേർഡ് പാർട്ടിയിലേക്ക് തന്നെ പോകേണ്ടി വരുന്നു. ഇതിവിടെ കൂടുതൽ തേർഡ് പാർട്ടി അവരെ ഒന്ന് ക്യാൻവാസ് ചെയ്തിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ രീതികളും അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അതിവിടെ ഒരു ജോബാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിരിക്കാം ആ ഒരു ജോലി, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഫാമിലി. എത്രയായാലും അവർക്ക് അതിനെ ഒഴിവാക്കിയിട്ട് മുന്നോട്ടേക്ക് വരാനോ ഒരു ആക്ഷൻ എടുക്കാനോ കഴിയുന്നില്ല എന്നുള്ളൊരു എനർജിയാണ്. പക്ഷെ അവർക്ക് ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. അവർ നിൽക്കുന്ന സിറ്റുവേഷൻ അവർക്ക് ഒട്ടും നല്ലതല്ല, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതും നിങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് ആകപ്പാടെ ഒരു പച്ചപ്പ്, അല്ലെങ്കിൽ ഒരു ഗ്രീൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആശ്വാസം, ഒരു സൊല്യൂഷൻ കിട്ടുന്നത് എന്നൊക്കെയുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ചിലപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഒന്ന് വന്ന് നിങ്ങളോടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തി വീണ്ടും നിങ്ങളുടെ അടുത്ത് റൺ ചെയ്ത് പോകുന്നൊരു എനർജി ആയിരിക്കാം. ആ നിങ്ങളുടെ അടുത്തേക്ക് ഇടയിലേക്ക് വരുന്ന ആ ഒരു സമയം പോലും നിങ്ങളിൽ നിന്ന് ആ ഒരു എനർജിനെ റിസീവ് ചെയ്ത് അവർക്ക് ബാക്കി കുറച്ചു കാലം ജീവിക്കാനുള്ള ഒരു ഊർജ്ജം നിങ്ങളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പം ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ എന്താ ഇമോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുപോലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവരിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരെ അവിടെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. വളരെ പെട്ടെന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അതിനുള്ള പേടി കൂടുതലായിട്ടൊരു ഇൻസെക്യൂരിറ്റി, ഉള്ളിൽ ഒരു ഭയം, എല്ലാം അവർക്ക് കാണുന്ന ഒരു എനർജിയാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വന്ന നിങ്ങൾക്കൊരു മാറ്റം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വേണമെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല സ്റ്റെബിലിറ്റിയിലേക്ക് മാറാനായിട്ട് ഈ ഒരു ന്യൂ മൂൺ ഡേയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഒരു ഡിസ്റ്റോർട്ടഡ് എനർജി ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് വേദനയും പെയിനും ഒക്കെ സ്പെഷ്യലി ഇന്ന് കൂടുതലായിട്ട് സർഫസിൽ വരുന്ന ഒരു ദിവസമായിരിക്കും. അപ്പം നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് പീക്കാകാനും, പല ചിന്തകളും, പല തോട്ട്സ്, നിങ്ങൾ തന്നെ മറന്നുപോയി എന്ന് കരുതുന്ന പല തോട്ട്സുകളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മൊമെൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് സർഫസിൽ വരുന്നൊരു ദിവസമാണ്. അപ്പം നിങ്ങൾ അതിനെ ഹീൽ ചെയ്യുക. നിങ്ങൾ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യുക യൂണിവേഴ്സിലേക്ക്. നമ്മളുടെ ലൈഫിൽ എന്ത് കാര്യം നടക്കുന്നതും യൂണിവേഴ്സിൻ്റെ പ്ലാനോടെയാണ്. അപ്പം അവിടെ ഫോഴ്സ്ഫുള്ളി നിന്നിട്ടോ അല്ലെങ്കിൽ ബലം പിടിച്ച് നിന്നിട്ടോ കാര്യമില്ല. ഫുള്ളി അവിടേക്ക് സറണ്ടർ ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക ആണ് ഈ ഒരു മൊമെൻറ്റിൽ പറയാനുള്ളത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വിഷസ് എല്ലാം അവിടേക്ക് കൊടുക്കുക, യൂണിവേഴ്സിലേക്ക് കൊടുക്കുക.
അതെല്ലാം നിങ്ങൾക്ക് നേടിത്തരും, അല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നുള്ള ഒരു കംപ്ലീറ്റ് ട്രസ്റ്റിൽ തന്നെ നിങ്ങൾ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും, നിങ്ങളുടെ ഹെൽത്ത് ആയാലും, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആയാലും, എന്തായാലും നിങ്ങൾ ക്ലെയിം ചെയ്യുക. എനിക്ക് അപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ ആ എനർജിയുമായിട്ട് അലൈൻഡ് ആയിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. നമ്മൾക്ക് തരികയാണ്, അതാണ് നമ്മുടെ അവകാശമായിട്ട് നമ്മൾ ചോദിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ആകാശിക് റെക്കോർഡ് റീഡിങ്ങുകൾക്കും റേക്കി ഹീലിങ്ങുകൾക്കും ഒക്കെ കോൺടാക്ട് ചെയ്യാം. നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ്. താങ്ക് യു.